നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനു പിന്നാലെ CPIM-ഉം നിലമ്പൂർ MLA PV അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇതോടെ പിണറായി അൻവർ പോരാട്ടത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണ്. അൻവറിനെതിരെ അന്വേഷണം നടത്താനുള്ള ഇന്റലിജൻസ് തീരുമാനവും നിയമ പോരാട്ടത്തിന് ADGP അജിത് കുമാറിന് അനുവാദം നൽകിയും സർക്കാരും കടുപ്പിക്കുകയാണ്. ഇതോടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വരാനിരിക്കുന്ന ഉന്നത അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും സംശയനിഴലിലാകും. അൻവറിന്റെ തുടർ നീക്കങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്നത് പ്രതിപക്ഷം മാത്രമല്ല, പൊതുസമൂഹം കൂടിയാണ്. സാഹചര്യം സങ്കീർണമാകുമ്പോൾ ചോദ്യം ഒന്നേയുള്ളൂ: അൻവർ ഇനി മെരുങ്ങുമോ അതോ പൊരുതുമോ? എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ട എന്ന് PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് PV അൻവറിന്റെ ഇനിയുള്ള പദ്ധതി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കും എന്നും അറിയിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ ഈ വിവരം കൂടി പരിശോധിച്ച ശേഷം നമുക്ക് ഇന്നത്തെ അതിഥികളെ പരിചയപ്പെടാം. വിപിൻ C വിജയൻ നമ്മളോടൊപ്പം ചേരുന്നു. വിപിൻ, ഒരു പരസ്യ പ്രതികരണം വിലക്കുന്ന സ്വഭാവത്തിലുള്ള അഭ്യർത്ഥനയാണെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് ശിരസാ വഹിക്കാൻ അൻവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ ഗോപികൃഷ്ണൻ, ഇപ്പോൾ പാർട്ടിക്ക് വിധേയപ്പെടാം എന്നുള്ള നിലപാടിലേക്കാണ് PV അൻവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പരസ്യ പ്രതികരണത്തിന് തൽക്കാലത്തേക്ക് ഇല്ല. എന്നാൽ 30-ാം തീയതിക്കുള്ളിൽ ഈ റിപ്പോർട്ട് ADGPക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് വരികയും അതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും അത് കുറച്ചെങ്കിലും അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് അൻവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ കാത്തിരിക്കാം എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ PV അൻവർ എത്തിയിരിക്കുന്നത്. ഈ നിലപാട് അല്പസമയത്തിനകം തന്നെ ഫേസ്ബുക്കിലൂടെ പറയും എന്നുള്ളതാണ്, വ്യക്തമാക്കും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. ഇപ്പോൾ പരസ്യ പ്രസ്താവന പാടില്ല എന്നുള്ള കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം ഇതുവരെയും വ്യക്തമാക്കിയിരുന്നില്ല. അപ്പോൾ പറഞ്ഞിരുന്നത് ഇന്ന് രാത്രിയോടുകൂടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുമെന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായും പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇപ്പോൾ അൻവർ എത്തിയിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന് മറുപടിയായും അതിന് തിരിച്ചടിച്ചുമായിരുന്നു PV അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. ഇതോടുകൂടിയാണ് നിലപാട് കടുപ്പിച്ച് CPM സെക്രട്ടേറിയറ്റ് തന്നെ ഇന്ന് ഒരു പ്രസ്താവന ഇറക്കുകയും ഇത് എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന പണിയാണ് എന്നുള്ളത് പറയുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ പരസ്യ പ്രസ്താവന തൽക്കാലത്തേക്ക് വേണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ നിലമ്പൂർ MLA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം ആ നിലപാട് പറയുക, ഒപ്പം തന്നെ അദ്ദേഹം ഈ 30-ാം തീയതിക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും ADGPക്കെതിരെ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ ക്ഷമിച്ച് അതിനുശേഷം ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്നുള്ളതിലേക്കാണ് നിലവിൽ ഇപ്പോൾ അൻവർ പോയിരിക്കുന്നത്. ശരി, വിപിൻ C വിജയനാണ് ഈ ഏറ്റവും പുതിയ വിവരം നൽകിയിരിക്കുന്നത്. പാർട്ടിയോട് വിധേയപ്പെടാൻ തൽക്കാലം നിലമ്പൂർ MLA PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പരസ്യ പ്രതികരണത്തിനില്ല എന്നൊരു നിലപാടിലേക്ക് അൻവർ കടന്നിരിക്കുന്നു. 30-ാം തീയതി DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം PV അൻവർ നടത്തുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നിശബ്ദനായിരിക്കാൻ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. പാർട്ടി ഇടപെട്ടതോടുകൂടി അതനുസരിക്കാൻ വേണ്ടി, ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിരന്തരം ശ്രമിച്ചിട്ടും അദ്ദേഹം പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. വിപിൻ C വിജയനാണ് ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവച്ചത്. എൻകൗണ്ടർ പ്രൈം തുടങ്ങുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് അതിഥികളായി ചേരുന്നു CPIMനെ പ്രതിനിധീകരിച്ച ശ്രീ ജേക്ക് C തോമസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീ KS ശബരിനാഥൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ. അതിഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്ക് C തോമസ്, ശ്രീ ജേക്ക്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അത് ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാറിനെ കുറിച്ചാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയാണെങ്കിലും ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനപരമായി ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്കാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കപ്പെടുകയും അതിൽ പാർട്ടിക്ക് പരാതി നൽകുകയും ഒക്കെ ചെയ്ത ശേഷം ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പാർട്ടിക്കും സർക്കാരിനുമെതിരെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ച് രംഗത്ത് വരുന്നതിനും ഇനി അത് ആവശ്യമില്ല എന്ന് അൻവറിനെ വിലക്കുന്ന ഒരു അഭ്യർത്ഥന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കാനുള്ള സാഹചര്യം എന്താണ് ഈ വാർത്താക്കുറിപ്പിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്?
അതത്ര ഗഹനസമ്പൂർണമായൊരു വിഷയമാണ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ന് സത്യസന്ധമായും എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളുടെ നാട്ടിൽ ഏതു മലയാളിയായി ലോകമെമ്പാടുമുള്ള ഏതു മനുഷ്യനും ആ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിട്ടുള്ള ലഘുവായ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമാംവിധം മനസ്സിലാക്കാൻ കഴിയുന്ന തരം ഒരു പ്രസ്താവനയാണ് ഇന്ന് CPIMന്റെ സംസ്ഥാന നേതൃത്വം പുറത്തിറക്കിയിട്ടുള്ളത്. ആ പ്രസ്താവനയോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന, അനുരൂപമായി ചേർന്ന് നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് നിങ്ങളുടെ വാർത്തകൾ വിശ്വാസയോഗ്യമെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം CPIMനോടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള അതിൻ്റെ പ്രഖ്യാപിതമായ നയസമീപനങ്ങളോടോ വെല്ലുവിളിക്കാനോ വിയോജിക്കാനോ അതിനെ തള്ളിപ്പറയാനോ ഇല്ല. മറിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എക്കാലത്തെയും ഉറച്ച അനുഭാവിയായി തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ വാർത്തകൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ചാൽ, CPIMന്റെ ചരിത്രം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമായി പരിലസിക്കുന്ന ഈ പാർട്ടിയുടെ പൊതുചരിത്രം പരിശോധിച്ചാൽ 957 മുതൽ 2024 വരെ നീണ്ടു നിൽക്കുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 957 അധികാരത്തിലെത്തുമ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നമ്മളുടെ നാട്ടിൽ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് നടന്നു കയറിയ പ്രഗത്ഭ്യമുള്ള മനുഷ്യനായിരുന്നു. അതുമുതൽ ഇങ്ങോട്ട് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ നമ്മൾ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കാറുണ്ട്. ജയിലിൽ കിടന്നതിന് ശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര പ്രതിനിധിയായി മത്സരിച്ച് മന്ത്രിസഭയിലെത്തി, പിന്നീട് സുപ്രീം കോടതിയുടെ ന്യായാധിപ സ്ഥാനത്തേക്ക് വന്നെത്തി. അതുമുതൽ AR മേനോനും ലോനപ്പൻ നമ്പാടനും KT ജലീലും PV അൻവറും മുതൽ മഞ്ഞളാംകുഴി അലി വരെ നീണ്ടു നിൽക്കുന്നവർ പാർട്ടി സ്വതന്ത്രരായി പല കാലയളവിൽ മത്സരിച്ച് വിജയിച്ച് ജനപ്രാതിനിധ്യ സഭകളിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ നിലപാടുധാരകളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഇവരൊക്കെ എല്ലാ കാലവും CPIMന്റെ പാർട്ടി നയങ്ങളെ അതേപടി ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ സ്വീകരിക്കേണ്ട അച്ചടക്ക സ്വഭാവവും ജനാധിപത്യ രീതിയും ഒന്നും അതേപടിയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അവർ പാർട്ടി സ്വതന്ത്രരായി, പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന പാർട്ടി സ്വതന്ത്രരായി, എന്നാൽ അടിയുറച്ച ഇടതുപക്ഷ അനുഭാവികളായി നിന്നിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ നിലയുറപ്പിക്കുന്ന ഒരാൾ, CPIMന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ, ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ MLA ആയി പ്രവർത്തിക്കുന്ന ഒരാൾ ഈ നിലയിലായിരുന്നില്ല പരാതി ബോധിപ്പിക്കേണ്ടത് എന്നൊരു അഭിപ്രായമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു CPIMന് മാത്രമായിരിക്കില്ല. പൊതുവിൽ ഇത്തരത്തിൽ കേഡർ സംവിധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനവുമാവട്ടെ, ഏത് സംഘടനയുമാവട്ടെ, അവർ പൊതുവിൽ സ്വീകരിക്കാറുള്ള സമീപനമാണ്. നിലമ്പൂർ MLA നിഷേധിച്ചിട്ടില്ലാത്തതും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ടായിരുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് പ്രത്യേകം ഓർക്കുമായിരിക്കും, ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഇത്തരം ഒരു പത്രസമ്മേളനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതാണ്ട് 3 തവണയോളം നിലമ്പൂർ MLAയെ നേരിൽ ബന്ധപ്പെടാനും ആവശ്യമെങ്കിൽ തന്നെ കാണാനും അല്ലെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിൽ കണ്ട് നേരിൽ പരാതി ബോധിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടാകണം, അങ്ങനെ ചെയ്യണമെന്ന നിലയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത്തരം ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമീപനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിയുറച്ച ഒരു പ്രവർത്തകനിൽ നിന്ന്, CPIMന്റെ അടിയുറച്ച ഒരു അനുഭാവിയിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നതല്ല. ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ കാര്യങ്ങളെ അല്പം കൂടെ വിശദീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ പാർട്ടിയുടെ നടപ്പ് രീതികളും പാർട്ടി സംവിധാനം അനുസരിച്ചിട്ടുള്ള അതിന്റെ മര്യാദയ്ക്കും ചേർന്ന രീതിയിലല്ല PV അൻവറിനെ പോലെ ഒരു ഭരണകക്ഷി MLA പ്രതികരിച്ചതെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഈ പരസ്യമായ ഇടപെടലുകളിൽ നിന്ന് മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണ് പാർട്ടിക്ക്? എന്താണ് പാർട്ടി PV അൻവറിനെ സംബന്ധിച്ച് എന്ത് കാര്യമാണ് പാർട്ടി ഭയക്കുന്നത്? ഞാനിത് ചോദിക്കാൻ കാരണം ADGPക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവം താങ്കൾക്കറിയാമല്ലോ. അദ്ദേഹം ഇന്നും അതേ സ്ഥാനത്ത് തന്നെ, അതായത് ക്രമസമാധാന പാലനത്തിന് ചുമതല വഹിക്കുന്ന ആളായി തന്നെ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോട് അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ നിൽക്കുന്നു. P ശശിക്കെതിരെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൻവറിനെതിരെ പറഞ്ഞപ്പോഴും അൻവർ ഒടുവിൽ പറഞ്ഞത് കള്ളക്കടത്തുകാരുടെ പങ്ക് പറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ച ശേഷവും അദ്ദേഹവും അതേ സ്ഥാനത്ത് നിൽക്കുന്നു, സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതിന്റെ പേരിൽ അൻവറിനോട് പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്, ദയവായി ഇനി ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരരുതെന്ന്. എന്താണ് അൻവറിനെ എന്തുകൊണ്ടാണ് പാർട്ടി ഭയക്കുന്നത്? അത് അങ്ങയുടെ ഒരു വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അത് അങ്ങയുടെ വ്യാഖ്യാനം മാത്രമാണ്. അതാണ് പൊതുബോധമെന്ന് അംഗീകരിക്കാൻ അങ്ങ് വാശി പിടിക്കരുത്. കാരണം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്രനായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തെ ഭയക്കേണ്ട കാര്യം CPIMനുണ്ടെന്ന് നിലമ്പൂർ MLA പോലും സത്യസന്ധമായി കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അങ്ങയുടെ മാധ്യമം തന്നെ ഈ ചർച്ച ആരംഭിക്കുന്ന അതേ സമയങ്ങളിൽ, അതേ നിമിഷത്തിൽ ബ്രേക്ക് ചെയ്യപ്പെട്ട പുതിയ വാർത്തകൾ, പുതിയ വിവരങ്ങൾ നമ്മളോട് ചൂണ്ടിക്കാട്ടിക്കുന്നത് അങ്ങനെയാണല്ലോ.
അപ്പോൾ ഭയത്തിന്റെ ഒരു പ്രശ്നമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സർക്കാർ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്നുള്ള പ്രതികരണം അങ്ങ് ഓർമ്മിക്കുന്നില്ലേ? അങ്ങയുടെ അടക്കമുള്ള കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും തത്സമയ ബ്രേക്കിംഗ് നടത്തിയൊരു സംഭവവികാസമായിരുന്നല്ലോ കേരളത്തിലെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം. അങ്ങ് ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ആരോപണ വിധേയനായ ഇതേ ADGPയെ വേദിയിലിരുത്തിക്കൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളും കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അന്വേഷണത്തിൽ ക്രമവിരുദ്ധമായി നിയമപരമായി തെറ്റായ ഒരു കാര്യം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെത്ര ഉന്നതനായാലും അയാൾ നടപടിക്ക് വിധേയനാക്കപ്പെടും. പറഞ്ഞത് ADGP ഇരിക്കുന്ന വേദിയിൽ, പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഹർഷാരവത്തോടുകൂടെ പോലീസ് സേനയിലെ മറ്റ് സമ്മേളന ഹാളിലെ പ്രതിനിധികൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നിയമപരമായി അതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിലെ ഇപ്പോൾ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരാണ് നടത്തിയത്? ADGPക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ ADGPയോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കപ്പെടുന്നു. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഏത് നിലയ്ക്കാണ് പരിശോധിക്കപ്പെടുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ഒരു സൂചന നൽകുകയാണ്. അതായത് ഈ ആരോപണം ഉന്നയിച്ച അൻവറിനെ അടക്കി നിർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി വഴിയും മുഖ്യമന്ത്രി വഴിയും നൽകുകയാണ്. എന്ത് സന്ദേശമാണ് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെയുള്ള ഇടപെടൽ നൽകുക? എന്ത് സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണമാണ് ഇതിലൂടെ നടക്കുകയെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കരുതുക? അതായത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു നരേഷൻ അങ്ങയുടേതുൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ പല കാലങ്ങളിലുള്ള വാർത്താ നിർമ്മിതികൾ പ്രകാരം നിങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നരേറ്റീവുകൾ പ്രകാരം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരു വകുപ്പിന്റെ ഭരണവുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുതകൾ. അതായത് പൂവുകളിൽ നിന്ന് വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങി പരിശോധിച്ചാൽ എന്താണ് വസ്തുതകൾ പറയുന്നത്? ഇന്നയോളമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുഭവം ഉണ്ടായത് ഏത് കാലയളവിലാണ്? പല കാലയളവിൽ പോലീസ് വകുപ്പിൽ നിന്ന് തെറ്റായ പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തെറ്റായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം കൈയോടുകൂടെ പിടികൂടപ്പെടുകയും അന്വേഷണത്തിൽ തെളിവാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പിടികൂടപ്പെട്ട വ്യക്തി എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഈ സർക്കാരിന്റെ കാലയളവിലുള്ളത് ഏത് ഗവൺമെന്റിന്റെ കാലയളവിലുണ്ടായി? അതുകൊണ്ടാണ് അങ്ങയുടെ ഇപ്പോ ഈ ഘട്ടത്തിൽ തന്നെ പറയാലോ, കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ 108 പോലീസുകാർ DYSP റാങ്ക് ഉൾപ്പെടെയുള്ള 108 പോലീസുകാർക്ക് തൊപ്പി തെറിച്ച് വീട്ടിൽ പോയിരിക്കേണ്ട വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തൃശൂർ പൂരം കലക്കിയ കാര്യത്തിൽ പരിശോധിച്ച് ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ട് 5 മാസമായിട്ടും റിപ്പോർട്ട് വരാതിരുന്നത് അന്വേഷിക്കാത്ത ഒരു ഓഫീസാണ് നമ്മുടെ മുന്നിലുള്ളത്. താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം, ADGPക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ കാര്യത്തിൽ RSS നേതാക്കൾ എന്തിനു പോയി കണ്ടു, റാം മാധവൻ എന്തിനു പോയി കണ്ടു എന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി തരാത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊന്നും തന്നെ ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അന്വേഷണം ഏത് ദിശയിൽ പോകുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി അൻവറിനെതിരെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം കള്ളക്കടത്തുകാരുടെ പങ്കുപറ്റിയെന്ന സംശയം ഉന്നയിക്കുകയാണ്. ഭരണകക്ഷി MLA, പ്രതിപക്ഷത്തു നിന്നല്ല, PV അൻവറിനെ പോലൊരാൾ. അപ്പൊ ബാക്കി കാര്യങ്ങളല്ല അങ്ങേക്ക് ഉള്ള ആവലാതികൾ അങ്ങേക്കുള്ള വിയോജിപ്പില്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ. അതായത് ഇനിയിപ്പോൾ അങ്ങ് ചുരുക്കി കെട്ടുന്നത് ADGPക്കെതിരെയുള്ള അന്വേഷണത്തെ സംബന്ധിച്ചും RSS നേതാവിന്റെ കൂടിക്കാഴ്ചയും തൃശൂർ പൂരവും പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ബാക്കി ഇത്രയും കാര്യങ്ങൾ ഉണ്ടായ നടപടികളെ അങ്ങ് എങ്ങനെ വിലയിരുത്തും? മലപ്പുറത്തെ SP ഇപ്പോൾ സർവീസിലുണ്ടോ? മലപ്പുറത്തെ കേൾവികെട്ട DYSPമാർ ഇപ്പോൾ സർവീസിൽ ഏത് പ്രദേശത്താണ് ഇരിക്കുന്നത്? ഈ നടപടികളൊക്കെ ഉണ്ടായത് SHOമാർ മുതൽ SP മാർ വരെ മലപ്പുറത്ത് മാറ്റപ്പെടുന്നത് ആരുടെ പരാതിയുടെ ഭാഗമായിട്ടാണ്? ഏത് തെളിവുകൾ വന്നതിന്റെ ഭാഗമായിട്ടാണ്? അക്കാര്യങ്ങളതൊക്കെ ഫോൺ കോൾ അടക്കമുള്ള ഏത് മനുഷ്യനും സ്വീകാര്യമായ യുക്തിസഹമായ തെളിവുകൾ വന്നപ്പോൾ ഒരു നിമിഷം ലാഞ്ചനയില്ലാതെ, ഒരു നിമിഷം വൈകാതെ നടപടിയെടുത്തു, മാറ്റി നിർത്തി, സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി അന്വേഷണത്തിന് വിധേയമാക്കപ്പെടുകയാണ്. ADGPയെ സംബന്ധിച്ചും ADGP നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചും തൃശൂർ പൂരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ചുമാണ് ഇപ്പോൾ അവതാരകൻ എന്ന അങ്ങ് ചോദ്യം ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട സർക്കാർ കേന്ദ്രങ്ങളും സംശയങ്ങൾ കിടമില്ലാത്ത വണ്ണം ഇന്നലെ പറഞ്ഞത് എന്താണ്? ADGP നടത്തിയ കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ നിലമ്പൂർ MLA ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ
ഉൾപ്പെടെ എല്ലാം ADGPക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെന്ന് അങ്ങയുടെ സൗകര്യപ്രകാരം വ്യാഖ്യാനിച്ചാൽ പോരാ. കേരളത്തിലെ സംസ്ഥാന പോലീസിന്റെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ, ഏറ്റവും ഉന്നത അധികാര പദവി കൈകാര്യം ചെയ്ത DGP, ആ DGP അന്വേഷിച്ച് 2 ആഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൽ ADGP കുറ്റക്കാരനാണോ? ഒരു സംശയവും വേണ്ടതില്ല. തെറ്റു ചെയ്തത് ADGP ആണെങ്കിലും അയാളെക്കാൾ വലിയ പൊന്നുതമ്പുരാനാണെങ്കിലും കേരളത്തിലെ ഭരണം CPM നേതൃത്വം നൽകുന്ന ഇടതു മുന്നണിക്കാണെങ്കിൽ അവർ വെള്ളം കുടിച്ചിരിക്കും. ശബരിനാഥൻ, കേരളത്തിലെ പോലീസിന്റെ പ്രവർത്തന മഹാത്മ്യവും അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമതയുടെ മാറ്റുമൊക്കെയാണ് ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ആദ്യത്തെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചപ്പോൾ ശ്രീ ജയ്ക്ക് നമ്മുടെ ചർച്ചയിൽ ഉന്നയിച്ചത്. PV അൻവറിനെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയല്ലോ. ഒരു ഭാഗത്ത് പാർട്ടി ഇടപെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംസ്ഥാന ഇന്റലിജൻസ് പരിശോധിക്കുകയാണ്. വിജിലൻസിന്റെ അന്വേഷണം വേറെയുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ഈ സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം അത് DGP നടത്തുന്നു. അതിലൂടെ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ADGP കുറ്റക്കാരനാണെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് ജയ്ക്ക് ഇവിടെ പറഞ്ഞത്. താങ്കൾക്ക് ഈ അന്വേഷണത്തെ സംബന്ധിച്ചും അൻവറിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ചും എന്താണ് അഭിപ്രായം? ആദ്യമേ തന്നെ ജയ്ക്ക് ഇന്നത്തെ പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് മുണ്ടശ്ശേരി മാഷ് മുതൽ VR കൃഷ്ണയ്യർ മുതൽ ശ്രീ KT ജലീൽ വരെയുള്ള ഇടതുപക്ഷ സ്വതന്ത്ര MLA-മാരുടെ നിലപാടുകളെക്കുറിച്ച് പറഞ്ഞാണ്. അവർക്കൊക്കെ പാർട്ടിയുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര MLA-യുടെ പേര് പ്രിയപ്പെട്ട ജയ്ക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അദ്ദേഹം മത്സരിച്ച പുതുപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ 2006 മത്സരിച്ച ശ്രീ അൽഫോൺസ് കണ്ണന്താനം ജയിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രിസഭയിൽ പോയി BJP-യുടെ മന്ത്രിയായിട്ടുള്ള കാര്യം കൂടി ഞാൻ അങ്ങേ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും തുടങ്ങാം. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള MLA-മാർക്ക് സ്വതന്ത്ര നിലപാട് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൽ BJP-യിൽ പോയ ആളുകൾ കൂടി CPM-ന്റെ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി ജയ്ക്ക് ഓർത്താൽ നന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇവിടെ ശ്രീ PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അദ്ദേഹം CPM-ന്റെ MLA ആണ്, കേരളത്തിലെ ഒരു MLA ആണ്. MLA-ക്ക് റൂൾസും പ്രോട്ടോക്കോളും വെച്ച് ധാരാളം പ്രിവിലേജുകളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട വെയിറ്റേജ് ഈ സർക്കാർ എടുക്കണം. ഇവിടെയുള്ള പ്രശ്നം ആ MLA പ്രതിദാനം ചെയ്ത നിയമസഭയുടെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള കേരള നിയമസഭയിലെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു. അദ്ദേഹം പാർട്ടി സ്വതന്ത്രനായതുകൊണ്ട് സമാനമായിട്ടുള്ളൊരു പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുന്നു. പാർട്ടി സെക്രട്ടറി ആദ്യം പറയുന്ന വാക്കുകളിൽ ചില ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം ഈ പരാതി കൊടുത്ത സമയങ്ങളുടെ വാർത്താ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഗൗരവമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ളത് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് ഒരു വലിയ പ്രശ്ന സമ്മേളനത്തിലൂടെ അദ്ദേഹം പറയുകയാണ് ഇവിടെ പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് മാത്രം ഒരു സ്റ്റേറ്റിന് തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇതിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ നിലപാടായിട്ട് എല്ലാം അന്വേഷിച്ചു കുഴപ്പമില്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം അന്വേഷിച്ചു കുഴപ്പമില്ല എന്ന് സ്റ്റേറ്റിൻ്റെ ഭാഗമായി പോലീസ് പറയുമ്പോൾ അത് ഇടതുപക്ഷ നിലപാടാണ്. ജയ്ക്കടക്കമുള്ള CPM-ന്റെ ആളുകൾ ഇനി ഇന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂരം വിഷയത്തിൽ തെറ്റുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂരം വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും ആ പൂരത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ദേവസ്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൂരം വിഷയത്തിൽ പൂരം നടത്തുമ്പോൾ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നുള്ളതും അവിടുത്തെ മന്ത്രിയായിരുന്ന കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന 1ാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന തൃശ്ശൂർ ടൗണിൻ്റെ MLA ആയിട്ടുള്ള ശ്രീ VS സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ടൗണിന് അപ്പുറത്തുള്ള ഉള്ളൂർ അസംബ്ലിയിലെ MLA ആയിട്ടുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള ശ്രീ രാജൻ പറയുകയാണ് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ആ നടത്തിപ്പുകാരായിട്ടുള്ള മന്ത്രിയും MLA-മാരും അടക്കമുള്ള ആളുകൾ പൂരത്തിൽ ബാഹ്യ ഇടപെടൽ നടന്നെന്ന് പറയുമ്പോൾ, LDF പറയുമ്പോൾ, CPI പറയുമ്പോൾ ആ വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പോലീസ് റിപ്പോർട്ടിനെ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഈ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ADGP അദ്ദേഹം RSSന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ലഘൂകരിച്ച് കാണുന്നത് പോലെ ഇവിടെ ജയ്ക്കടക്കമുള്ള CPM-ന്റെ ആളുകൾക്ക് കാണാൻ കഴിയുമോ? അത് CPM കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനൊരു ഉദാഹരണം പറയാം ഗോപി. CPM-ന്റെ ഇന്നത്തെ ഔദ്യോഗിക പ്രസ്താവന വന്നത് അവരുടെ CPM-ന്റെ ഒഫീഷ്യൽ പേജിലാണ്. ഈ ഒഫീഷ്യൽ പേജിൽ സാധാരണ ഒരു കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ സാധാരണ പോസ്റ്റിന് കുറവാണ്. പക്ഷേ ഈ പോസ്റ്റിൽ ഏകദേശം 1200 കമൻറ്റുകളുണ്ട്, 337 ഷെയർ ഉണ്ട് CPI ഒഫീഷ്യൽ പേജിൽ. ആ 1200 കമൻറ്റുകളിൽ ഭൂരിഭാഗം കമൻറ്റുകളും സാധാരണക്കാരായിട്ടുള്ള CPM-കാർ സർക്കാർ ചെയ്തത് തെറ്റാണ്, ഇതിലെന്തോ കാര്യമുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ നിങ്ങൾക്ക് സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി.
അതെല്ലാം കമൻറ്റ് ചെയ്തിരിക്കുന്നത് CPM-ൻ്റെ ആളുകളാണ്, പേജ് ലൈക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ സാധാരണ അണികളടക്കം ഉള്ള ആളുകൾ അൻവർ പറഞ്ഞ വിഷയങ്ങൾ, അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷെ അൻവർ പറഞ്ഞ വിഷയങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങളാണ്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്നു, ഒരു പ്രത്യേക പ്രദേശത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുവാൻ വേണ്ടി അവിടെ കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ADGP അടക്കമുള്ള ആളുകൾ കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ അൻവർ പറയുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ അൻവറിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അൻവർ ഒരു വിസിൽ ബ്ലോവറാണ്. വിസിൽ ബ്ലോവർ എന്ന് വെച്ചാൽ ഒരു സംവിധാനത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അകത്തുനിന്ന് വന്ന് പറഞ്ഞ് പരാതി പറയുന്ന ആളാണ് വിസിൽ ബ്ലോവർ. PV അൻവർ എന്ന് പറഞ്ഞ MLA നമ്മൾ നീതിയുടെ ഭാഗമായി നോക്കുകയാണെങ്കിൽ ഒരു വിസിൽ ബ്ലോവറാണ്. കാര്യങ്ങൾ തുറന്നു വന്ന് പറഞ്ഞ ഒരാളെന്നിരിക്കട്ടെ, ആ ആളോടാണ് ഒരു താക്കീത് കൊടുത്ത് പാർട്ടി ഇനിയും താൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്, ഭരിക്കുന്ന പാർട്ടി പറയുന്നത്. അത് ഏത് ന്യായ സംഹിതയ്ക്കും ഏത് ന്യായത്തെ അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുന്നത്? തെറ്റോ ശരിയോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇനി പുറത്തു പറയണ്ട എന്ന് പറയുന്നത് ഏറ്റവും വലിയ നീതിക്കെതിരെയുള്ള കാര്യമല്ലേ? മുഖ്യമന്ത്രി അടക്കം വന്ന് താൻ പറഞ്ഞത് തെറ്റാണെന്ന് മുൻകൂറായി പറയുന്നു. പാർട്ടി എന്ന് പറയുന്നത് ഇനി ഇയാൾ വാ അടക്കല്ലെന്ന് പറയുന്നു. അത് അഭിമാനത്തോടെ ജയിക്കടക്കമുള്ള ആളുകൾ പറയുകയാണ്, കണ്ടോ അദ്ദേഹം ഇനി വാ അടയ്ക്കും. അല്ല, അതിന് വേണമെങ്കിൽ ശബരിനാഥൻ പാർട്ടിക്കും സർക്കാരിനും ഒക്കെ ഒരു ന്യായം പറയാം. അതായത് അൻവർ ആരോപണം ഉന്നയിച്ചു, അതിന്മേൽ അന്വേഷണം നടക്കുകയാണ്, അതിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, വീണ്ടും വീണ്ടും ഇതേ ആരോപണങ്ങൾ പരസ്യമായി ആവർത്തിക്കുകയും പാർട്ടിയെയും സർക്കാരിനെയും അവമതിപ്പുണ്ടാക്കുന്ന, സംശയത്തിന് നിലയിൽ നിൽക്കുന്ന ഒരു പ്രവൃത്തി ഭരണകക്ഷി MLA-യിൽ നിന്നും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാകുന്നതിനെ വിലക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നൊരു ന്യായം വേണമെങ്കിൽ അവർക്ക് പറയാം. ആ അർത്ഥത്തിൽ ഒരു ന്യായമുണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് വാദിച്ചുകൂടെ? ഇല്ല, ആ ന്യായം നമുക്ക് പറയാൻ കഴിയില്ല ഗോപി. കാരണം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വളരെ ക്ലിയറാണ്. കഴിഞ്ഞ 15 ദിവസമായി ജയിക്കടക്കമുള്ള CPM-ൻ്റെ മാധ്യമ സമിതിയിലുള്ള ആളുകൾ ആരും പുറത്തു വരാതിരുന്നപ്പോൾ മുൻനിര നേതാക്കൾ LDF കൺവീനറായ വ്യക്തി ഒഴിച്ച് ബാക്കി ആരും മുഖ്യമന്ത്രിക്ക് വേണ്ടി അനുകൂലമായി പറയാത്തപ്പോൾ, മന്ത്രിമാരെല്ലാം ഈ വിഷയം ചോദിക്കുമ്പോൾ മൈക്കിൽ നിന്ന് ഓടിപ്പിക്കൊണ്ടിരുന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. അദ്ദേഹത്തിന് തന്നെ വന്ന് കയ്യിൽ ബാറ്റ് എടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് അനുകൂലിച്ച് ഈ പറഞ്ഞ 20 മന്ത്രിമാരിൽ ഏതെങ്കിലും മന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തെ അനുകൂലിച്ച് പറഞ്ഞു? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPI അതിനെതിരെയല്ലേ പറഞ്ഞത്? CPI-യുടെ സെക്രട്ടറി അടക്കം അസിസ്റ്റന്റ് സെക്രട്ടറി ജനയുഗം പേപ്പറിൽ എല്ലാ ആഴ്ചയും ലേഖനം എഴുതിയില്ലേ? RJD എന്ന് പറഞ്ഞ അവരുടെ പാർട്ടിയിലെ ആളുകളും അതിനെതിരെ പറഞ്ഞില്ലേ? അപ്പോൾ മുഖ്യമന്ത്രി ചുറ്റും നോക്കുമ്പോൾ തനിക്ക് വേണ്ടി പറയാൻ ജയിക്കടക്കമുള്ള, ഇന്നലെ മുതൽ ആക്റ്റീവായി വന്ന് ജയിക്കടക്കമുള്ള റഹീം അടക്കമുള്ള ചെറുപ്പക്കാർ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയുന്നില്ല. അപ്പോൾ ഇന്നലെ അദ്ദേഹം അവസാനം സ്വന്തമായി വന്ന് ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇവരെല്ലാം കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ശരി ശബരിനാഥൻ, ശരി, ഞാനിതാ വരുന്നു. ഞാൻ ചെറിയ ഇടവേള എടുക്കുകയാണ്. വളരെ വേഗം ഞാൻ CR നീലകണ്ഠനിലേക്ക് വരും. അൻവറിനെതിരായിട്ട് പാർട്ടിയുടെ നീക്കമുണ്ടായ സാഹചര്യത്തിൽ അൻവർ ഇനി ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുമോ? അൻവർ മെരുങ്ങുകയാണോ അതോ കൂടുതൽ ശക്തിയോടുകൂടി പൊരുതാൻ പോവുകയാണോ? ഏതായാലും പരസ്യമായ പ്രതികരണത്തില്ല എന്നൊരു നിലപാടിലേക്ക് അൻവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരോപണങ്ങളിൽ നിന്ന് തെല്ലും അൻവർ പിന്നോക്കം പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ CR നീലകണ്ഠൻ നമ്മളോടൊപ്പം ചേരുന്നു. ഇടവേള. പാർട്ടി അഭ്യർത്ഥന മാനിച്ച് PV അൻവർ മെരുങ്ങുകയാണോ അതോ കൂടുതൽ ശക്തിയോടുകൂടി പൊരുതാൻ പോവുകയാണോ? എൻകൗണ്ടർ പ്രൈം എന്ന ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ CR നീലകണ്ഠൻ, ഈ ആർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് ജയ്ക്ക് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. വളരെ ലളിതമായ കാര്യങ്ങൾ താങ്കൾ എങ്ങനെയാണ് ഈ വാർത്താക്കുറിപ്പ് വായിച്ച് മനസ്സിലാക്കിയത് ശ്രീ CR നീലകണ്ഠൻ? അതായത് മുഖ്യമന്ത്രി ഇടപെട്ട് PV അൻവറിനെ പരസ്യമായി തള്ളുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നോ ഈ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് അൻവറിനെ വിലക്കാൻ? എന്തുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അൻവറിന് മുന്നിൽ ഒരു അഭ്യർത്ഥന വെക്കേണ്ടി വന്നത്? ഒന്നാമത്തെ കാര്യം, എനിക്ക് ജയ്ക്ക് വളരെ അച്ചടി ഭാഷയിൽ പറയുമ്പോൾ, അച്ചടി ഭാഷ പറഞ്ഞു എനിക്ക് അങ്ങനെ ശീലമില്ല, നമ്മൾ ചർച്ചകളിൽ അങ്ങനെ പറയാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇന്നിപ്പോൾ 21 ദിവസമായി അൻവറിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം. ഗോപീഷ്ണ ഓർക്കുണ്ടാവും, നിങ്ങളുടെ ചാനൽ മാത്രമല്ല CPM-ൻ്റെ ഔദ്യോഗിക ചാനലായ കൈരളി ചാനൽ വരെ ലൈവായി അൻവറിൻ്റെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്ത കാര്യം മറക്കരുത്. ലൈവായി, മാപ്രകൾ എന്ന് ഇനി പറയേണ്ട. അൻവറിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം ഞാൻ കാണുന്നത് കൈരളി ചാനലിലാണ്. കൈരളി ചാനൽ സ്വതന്ത്ര ചാനലാണെന്ന് ജയിക്കിന് വേണ്ടി വാദിക്കാം, പക്ഷേ നമുക്കറിയാലോ എന്തായാലും സംഗതി. അന്ന് വരേണ്ട CPM-ൻ്റെ പ്രസ്താവനയായത് അന്ന് വരണം. എന്താ കാര്യം? 20 ദിവസം ചലബലയായി അൻവർ തനിക്ക് പറയാവുന്ന മുഴുവൻ കാര്യവും പറഞ്ഞിട്ടും അന്നൊന്നും പറയാതെ, ഇപ്പം നേരത്തെ ശബരിനാഥൻ ചോദിച്ചതിൻ്റെ ഒരു അടുത്ത ഭാഗമാണത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അങ്ങനെയാണോ? മുഖ്യമന്ത്രിയാണോ കാര്യങ്ങൾക്ക് മറുപടി പറയുക? അതോ ഇപ്പം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, P ശശിയെ പാർട്ടി നിയോഗിച്ചതാണ്, മാതൃകാപരമായാണ് P ശശി പ്രവർത്തിക്കുന്നത്. ഇതാദ്യം പറയേണ്ടത് മുഖ്യമന്ത്രിയല്ല,
പാർട്ടി നിയോഗിച്ച പാർട്ടി സെക്രട്ടറിയും സെക്രട്ടേറിയറ്റുമാണ്. ഇപ്പം ശശിയുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ സെക്രട്ടേറിയറ്റ് പറയണം, എടോ ഇങ്ങനെയല്ല, ഞങ്ങൾ നിയോഗിച്ച ആൾ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശശി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ വിശ്വാസം, അൻവർ ഇനി മിണ്ടരുത് എന്ന് 21 ദിവസം മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഷേക്ക് നേരത്തെ പറഞ്ഞ അച്ചടി ഭാഷയിൽ പറഞ്ഞ പാർട്ടി അച്ചടക്കത്തിൻ്റെ സ്വതന്ത്ര MLA കഥയൊക്കെ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇതെപ്പോഴാണ് പറഞ്ഞത്? ഈ പാർട്ടിക്ക് ഇപ്പോൾ ഒരു സംഘടനയുമില്ല, ഒരാളേ ഉള്ളൂ, ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവ് പറയുന്നത് വരെ മിണ്ടാൻ ധൈര്യമില്ലാത്ത ഒരു സെക്രട്ടേറിയറ്റും ഒരു കമ്മിറ്റിയും അതിൻ്റെ സെക്രട്ടറിയും LDF കൺവീനറും വലിയ പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ട് ഇവിടെ. ഒരാൾ മിണ്ടിയില്ല അൻവറിനെതിരെ. മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ ചപ്പ് ചവറ് ചർച്ച ചെയ്ത് ഗവൺമെൻറ്റിനും പാർട്ടിക്കും ഉണ്ടാക്കാവുന്ന മുഴുവൻ ദോഷങ്ങളും ഉണ്ടാക്കി കഴിയാൻ വെയിറ്റ് ചെയ്ത് 20ാമത്തെ ദിവസം മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ജീവൻ വെക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ജബരിനാഥിനോട് വിയോജിക്കുന്നത്, ഞാൻ അൻവറിനെ അങ്ങനെ വിസിൽ ബ്ലോവറായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ കാണാതിരിക്കുന്നത് വേറൊരു കാരണം കൊണ്ടാണ്. ഈ അൻവറിനെതിരെ എത്ര ഹൈക്കോടതി വിധികളുണ്ട് കേരളത്തിൽ? അയാൾ കയ്യേറ്റം ഒഴിപ്പിക്കാൻ, അയാളുടെ നിർമ്മാണം പൊളിക്കാൻ, മറ്റേ തടയണ പൊളിക്കാനൊക്കെ ഹൈക്കോടതി ഉത്തരവ് പല പ്രാവശ്യം വന്നിട്ട് കളക്ടർ അവിടെ വരെ ചെന്നിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. അത് അൻവറിനെ കണ്ട് ഭയന്നിട്ടല്ലല്ലോ. കേരളം ഭരിക്കുന്ന ഈ പറയുന്ന ജയിക്ക് പറയുന്ന നിയമം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടിട്ടല്ലേ. അൻവറിനെതിരെ എത്ര കേസുണ്ട്? അൻവർ കാരശ്ശേരി മാഷയെ ആക്രമിച്ചതിന് വരെ കേസുണ്ട് അൻവറിൻ്റെ ഗുണ്ടകൾ. ഞാൻ പറഞ്ഞു വന്നത് ആ കേസ് ഉണ്ട് അവിടെ. പ്രശ്നം അതല്ല. പ്രശ്നം ഏറ്റവും പ്രധാനം എന്താ? അൻവർ ഒരു കാലത്തും ഇനി മുമ്പോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അൻവറിനറിയാം, അൻവർ മുമ്പോട്ട് പോയാൽ അൻവറിൻ്റെ പേരിലുള്ള കേസുകളും വരും. ഇതാണ് ഒത്തു തീർപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കുഴൽപ്പണ കേസ് ഒത്തുതീർക്കുന്നു വേറൊരു കേസുമായിട്ട്, ഈ കേസ് ഒത്തുതീർക്കുന്നു മറ്റേ കേസുമായിട്ട്. അങ്ങനെ ഇതൊരു സംഗതിയാണ്. രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അൻവർ ഒരു പക്ഷത്ത് നിൽക്കുന്നു. അൻവറിൻ്റെ പ്രശ്നം എന്താ എനിക്കറിയില്ല. അയാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? മുഖ്യമന്ത്രി എന്നെ പറയുന്ന പോലെ സ്വർണ്ണക്കടത്ത് റാക്കറ്റ് അയാളുടെ പിന്നിലുണ്ടോ? എനിക്കിതൊന്നും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു, അതായത് പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം, എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്നാണ്. അതായത് അത് തള്ളുകയല്ല, മറിച്ച് നിങ്ങളത് പറയൂ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് അൻവറിനെ വീണ്ടും സംശയത്തിന് നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നു ഒരു പാർട്ടി സംവിധാനമാകെ അൻവറിനെ തള്ളിപ്പറയാൻ. അതും അഭ്യർത്ഥനയാണ് സെക്രട്ടേറിയറ്റിന്റെ, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തി നിൽക്കുന്നു ഈ വിഷയത്തിൽ എന്നാണോ? ഞാൻ അതിലേക്ക് വരാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അൻവർ ചെയ്ത എല്ലാ കൊള്ളരുതായികൾക്കും ഈ PVയുടെ കൂടെ നിന്നാൽ ആ PV രക്ഷപ്പെടും എന്ന രൂപത്തിലാണ് മുഖ്യമന്ത്രി കണ്ടത്, ഈ ഗവൺമെൻറ് കണ്ടത്. ഇപ്പോൾ അൻവർ തിരിച്ചു വന്നിരിക്കുന്നു. അൻവറിൻ്റെ എന്തോ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്താണെന്ന് എനിക്കറിയില്ല. അൻവറിൻ്റെ പിന്നിൽ സ്വർണ്ണക്കടത്തിൻ്റെ നീ മുഖ്യമന്ത്രി പറഞ്ഞില്ലയോ എന്നിരിക്കട്ടെ. ADGPയുടെ പത്രസമ്മേളനം നിങ്ങൾ ADGP പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സ്വർണ്ണക്കടത്തുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് അൻവർ ഇറങ്ങിയതെന്ന് ADGP, മുഖ്യമന്ത്രിയല്ല. അപ്പോൾ ADGP അങ്ങനെ പറയാതിരിക്കില്ലല്ലോ. ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, അന്വേഷണം എന്തൊരു തമാശയാണത്. രാം മാധവനെയും ദത്തത്രേയെയും ADGP കണ്ടതിൽ എങ്ങനെയാണ് DGP അന്വേഷിക്കുക? എന്തായാലും എങ്ങനെയായാലും നിയമപരമായി തെറ്റ് പറയാൻ പറ്റുക? നിയമപരമായി തെറ്റല്ലല്ലോ, രാഷ്ട്രീയമായ തെറ്റല്ലേ. പൂരം കലക്കിയത് ഏതെങ്കിലും ഒരു SP പേരിലിട്ട് ആ SPക്ക് എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരൻ കൂടിയായ എനിക്ക് അത് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ആ പൂരം കലക്കിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞാൻ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ പറഞ്ഞു. ഇന്നിപ്പോൾ ആനി രാജയുടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 40 വണ്ടികളോടുകൂടി ഇദ്ദേഹം ഇത്രയും വലിയ ധാർഷ്ട്യം കാണിക്കുമ്പോൾ പറയാതിരുന്ന പാർട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ആനി രാജ ചോദിക്കുന്നത്. ആനി രാജ ഈ ജയ്ക്ക് തന്നെ പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ നേതാവാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ അതിനീചമായ ഭാഷയിൽ DNA പരിശോധിക്കണമെന്ന് അൻവർ പറഞ്ഞപ്പോൾ എന്താ ശബരിനാഥ് പറയാണ്ടിരുന്നറിയില്ല. അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മൾ പരസ്പരം സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലത്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ദോഷമാണ് എന്നാണ് ആ പത്രക്കുറിപ്പിൽ. അതുകൊണ്ടാണ് അതിൽ അപേക്ഷ വന്നത്. കാരണം അപേക്ഷ അല്ലാണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിന് അപേക്ഷ ഞാൻ പറയും 20 ദിവസം മുമ്പ് വരേണ്ട ഒരു പത്രക്കുറിപ്പാണിത്. അൻവർ മിണ്ടരുത്, അൻവർ പറയാൻ പാടില്ല.
എന്ന് പറയാൻ കഴിയണം. എന്തുകൊണ്ട് 20 ദിവസം വന്നില്ല എന്നുള്ളൊരു ചോദ്യം. ഇനി അൻവറിനെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അതാ ഞാൻ പറഞ്ഞാൽ വന്നത്. അൻവറിന് പെടാൻ വളരെ എളുപ്പമാണ്. പിന്നെ അൻവറിന് ഇപ്പോൾ UDF-ലേക്ക് പോകാൻ പറ്റുമോ, LDF-ലേക്ക് പോകാൻ പറ്റുമോ, അതൊന്നും എനിക്കറിയില്ല. വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യവുമില്ല. ഞാൻ പറയുന്നത് ഈ അൻവർ എനിക്കെതിരെ എത്ര എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കെതിരെ ഗോപീഷ്ണൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അൻവറും അൻവറിൻ്റെ കടന്നൽ കൂട്ടങ്ങളും അതിശക്തമായി ആക്രമിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഇയാളുടെ തടയണ കാണാൻ പോയി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പ്രശ്നം എന്താ? ഇവിടെ രണ്ടുപേരും പരസ്പര സഹായ സംഘങ്ങളായി നിൽക്കുന്നു. അതിലൊരു അടി ഉണ്ടാവുന്നു. അടി ഉണ്ടാവുമ്പോൾ ഇത് സാധാരണ നമ്മുടെ ബോംബെയിലെ അധോലോക ഗ്യാങ്ങുകൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അതിലൊരു ഗ്യാങ് മറ്റേ ഗ്യാങ്ങിനെ ഒറ്റിക്കൊടുക്കും, ഈ ഗ്യാങ് ഇതിനെ ഒറ്റിക്കൊടുക്കും. ഇപ്പോൾ ഇവിടെ രക്ഷപ്പെടാൻ ഒരു വഴി. ഇനിയിപ്പോൾ അൻവർ മിണ്ടാതിരുന്നു നോക്കിയാൽ, ഞാൻ MN വിജയൻ മാഷ്ടർ പഴയ ഒരുപാട് ആവർത്തിച്ചിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ടല്ലോ, ചോദ്യം ചോദിച്ച കുട്ടി അവിടെ അടക്കിയിരുത്തുകയോ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താലും ചോദ്യം ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ. ചോദ്യം ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ. ആ ചോദ്യമാണ് ഉത്തരം പറയേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമോ ജയിക്കിനെ പോലെ ഒരാളുടെ അച്ചടി ഭാഷയോ പോരാ. അതിന് മറുപടി പറയണമെങ്കിൽ രാഷ്ട്രീയമായി മറുപടി പറയണം. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നിങ്ങളിപ്പോൾ ശബരിനാഥ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അതിശക്തമായി ഇടപെട്ട നിരവധി ഹാൻഡലുകൾ ഇപ്പോൾ നേരെ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇത് ജയിക്കിനോട് ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ തകരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അവരൊക്കെ ഇതിനെ പിന്തുണച്ച ആളുകൾ, CPI ആളുകളടക്കം, സ്വതന്ത്രമായി ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകളടക്കം നിരവധി പേർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നമുക്കൊക്കെ അറിയാം, അവർ വരെ മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടുന്നു. മുഖ്യമന്ത്രി ഏകാധിപതിയായിരുന്നു കൊണ്ട് ശശിയെപ്പോലെ ADGP അജിത് കുമാറിനെ പോലെ ആളുകളെ സംരക്ഷിക്കുന്നു. ഇനി ശക്തമായ നടപടി എടുക്കുന്നൊക്കെ എനിക്ക് കേട്ടിട്ട് ചിരിയാ വരുന്നത്. ആർക്കെതിരെയാണ് ശക്തമായ നടപടി എടുക്കണമെന്ന? പാർട്ടിക്ക് വേണ്ടാത്ത ആളുകളാണെങ്കിൽ ഒരു നടപടിയെടുക്കും. പാർട്ടിക്കെന്നല്ല, ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പിനും ക്ലിക്കിനും വേണ്ട ആളുകളാണെങ്കിൽ പൂർണ്ണമായി സംരക്ഷിക്കും. കേരളത്തിൽ പോലീസാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും പൂർണ്ണമായി സംരക്ഷിക്കുന്നുള്ള എനിക്ക് 100 അനുഭവങ്ങളുണ്ട് ഗോപികൃഷ്ണ, 100 അനുഭവങ്ങൾ. എത്ര പരാതികൾ പോലീസുകാർക്കെതിരെ പോയിട്ടുണ്ട്, എന്തെല്ലാം പരാതികൾ പോയിട്ടുണ്ട്, എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പേർ ഒരു സസ്പെൻഷൻ കിട്ടും. ഒരു സസ്പെൻഷൻ കിട്ടിയാൽ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ വിമർശനാത്മകമായി പറയുന്നത്, തീർച്ചയായും ഇത് ഇടതുപക്ഷ വേദികൾ, ഇടതുപക്ഷത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ, അതിൻ്റെ പ്രവർത്തകർക്കിടയിൽ, അതിൻ്റെ അനുഭാവികൾക്കിടയിൽ വലിയ തോതിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ അൻവർ ഇനി മിണ്ടാതിരുന്നത് കൊണ്ടോ മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞത് കൊണ്ടോ പാർട്ടി സെക്രട്ടേറിയറ്റ് കുറിപ്പിറക്കിയത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ADGPക്കെതിരെ ആരോപണം ഉന്നയിച്ച് അൻവർ മാറി നിൽക്കുകയല്ല. ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ സംരക്ഷിക്കപ്പെടുന്നതിനെതിരെ ഈ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI ആണ് രംഗത്ത് വന്നത്. അത് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ RSS നേതാക്കളെ കണ്ട കാര്യത്തിൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത RJD അംഗങ്ങളെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് മുന്നണിക്കകത്ത് എന്താണ് ഈ കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്, എന്താണ് ഈ കാര്യത്തിൽ സർക്കാർ എടുക്കാൻ പോകുന്ന നടപടികൾ എന്ന കാര്യത്തിൽ മുന്നണിക്കകത്തെ പ്രധാന ഘടകകക്ഷികൾക്ക് തന്നെ ഈ CPM-ന്റെ നിലപാടുകളോട് വിയോജിപ്പുകളുണ്ട്. ശ്രീ CR നീലകണ്ഠൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെയാണോ, അതായത് P ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സംരക്ഷകനായി എത്തുന്നത് മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ട കാര്യങ്ങളിൽ അവിടെ മറുപടിയില്ല, മുഖ്യമന്ത്രി തള്ളിപ്പറയുമ്പോൾ മാത്രം പാർട്ടി അഭ്യർത്ഥനയുമായി വരുന്നു. ഇങ്ങനെയാണോ CPM ഒരു വിഷയത്തെ ഇതിനു മുൻപ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? ചരിത്രം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അൻവറിന്റെ കാര്യത്തിൽ ഈ ഒളിച്ചുകളി? എന്താണ് അൻവറിന്റെ ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോൾ എന്താണ് മറച്ചു വെക്കാനുള്ളത്, എന്താണ് ഭയപ്പെടാനുള്ളത്? ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ, അതായത് സൈബർ സ്പേസുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും മനസാക്ഷി പിന്തുണയാണ് PV അൻവറിന് പല പല കമന്റുകളിലൂടെ. ഇതും പാർട്ടി കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം ഘടകകക്ഷിയെ സംബന്ധിച്ച് CPIയുടെ നിലപാടും പിന്നീട് നിലമ്പൂർ MLA ഉയർത്തിയ മറ്റ് ആരോപണങ്ങളിൽ സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള നടപടികളെ സംബന്ധിച്ചുമാണ്. ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. അല്പസമയം എനിക്ക് അന്വേഷിച്ച് നൽകും എന്ന് ഞാൻ കരുതുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയും ആദരണീയനായ CR അവരവരുടെ സമയം എടുത്തുകൊണ്ട് വ്യത്യസ്ത കോണുകളിൽ നിന്ന് പോലീസിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും അതിന് നേതൃത്വം നൽകുന്ന CPM-നെ സംബന്ധിച്ചും ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെ അവരവരുടെ അവസരങ്ങളിൽ പറഞ്ഞു. ബഹുമാനിയായ CR എൻ്റെ അച്ചടി ഭാഷയെക്കുറിച്ചാണ് അല്പം ഒന്ന് വിമർശിച്ച് കണ്ടത്. ഞാൻ സത്യസന്ധമായി തിരുത്താൻ തയ്യാറാണ്. അങ്ങേക്കുൾപ്പെടെ ഏത് സാധാരണക്കാരനും എൻ്റെ ഒരു വാക്കോ വാചകോ സംവാദക്ഷമം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ആദരണീയനായ CR ചൂണ്ടിക്കാണിച്ചാൽ
നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെ കുനിഞ്ഞ ശിരസോടുകൂടെ തന്നെ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അല്ല ജയ്ക്ക്, അച്ചടി ഭാഷ അല്ലെങ്കിൽ പറയുന്നതൊക്കെ താങ്കളുടെ ശൈലി, താങ്കൾക്ക് താങ്കളുടേതായ ഒരു ശൈലിയുണ്ട്, അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അല്ല, തീർച്ചയായിട്ടും അത് സംവാദക്ഷമമാവണമല്ലോ. അല്ലെങ്കിൽ സംവേദനം സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് തിരുത്തുമെന്നാണ് പറഞ്ഞത്. ഞാൻ നിറഞ്ഞ വിനയത്തോടെയും ബഹുമാനത്തോടു കൂടെ തന്നെയാണ് ഞാനത് പറയുന്നത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി, എന്തായാലും ചർച്ചയിലേക്ക് വരാം. കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ സമയത്ത് ദീർഘസമയം മറ്റു കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ആദ്യമായി ഉന്നയിച്ചിട്ട് കാരണം സ്വതന്ത്ര MLA-മാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേര് ഞാൻ ബോധപൂർവ്വം മറച്ചുവെച്ചു. അദ്ദേഹം BJP-യിലേക്ക് പോയി. അദ്ദേഹം ഒരു സ്വതന്ത്രനായിരുന്നില്ലേ? സ്വതന്ത്രൻ BJP-യിലേക്ക് പോയാൽ കോൺഗ്രസ് നേതാവിന് പൊള്ളലുണ്ടോ? ആ പൊള്ളൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പത്മജ വേണുഗോപാൽ മുതൽ അനിൽ ആന്റണി വരെയുള്ളവർ ആരായിരുന്നു? അങ്ങയുടെ പാർട്ടി ക്ലാസുകളിൽ അങ്ങയുടെ പിതാവ് അടക്കമുള്ള മുതിർന്ന ബഹുമാനിയായ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ശിക്ഷത്വം കൊടുക്കാൻ വെമ്പി നിന്നിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ മുതൽ ഇപ്പോ ഹരിയാനയിൽ നിന്ന് BJP-യിലേക്ക് ക്ഷണം സ്വീകരിച്ചിട്ടുള്ള കുമാരി ഷെൽജ വരെ കോൺഗ്രസിന്റെ തലപ്പൊക്കമുള്ള ആളുകളായിരുന്നില്ലേ? കോൺഗ്രസ് നേതാക്കന്മാർ പോകുമ്പോൾ അത് അങ്ങേക്ക് പ്രയാസമില്ല. പക്ഷേ ഒരു സഹയാത്രികനോ സ്വതന്ത്രനോ പോകുമ്പോൾ അങ്ങേക്ക് പ്രയാസമുണ്ട്. കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു MLA-യെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നിശബ്ദനാകാൻ ആവശ്യപ്പെടുന്നു. നിശബ്ദനാകാനാണ് അല്ലല്ലോ ആവശ്യപ്പെട്ടത്. നിലമ്പൂർ MLA നിശബ്ദനാകാനാണ് ആവശ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പോലും പറയുന്നത് ഞാൻ കരുതുന്നില്ല. പിന്നെ എന്താണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഇതേവരെ സ്വീകരിക്കപ്പെട്ടുള്ള നടപടികൾ എന്താണ്? അതിനെ സംബന്ധിച്ച് തന്നെ തൃപ്തിയോടുകൂടെ പല വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നത് കണ്ടതല്ലേ? അപ്പോൾ ഒരു സ്വതന്ത്ര MLA-യുടെ പ്രതികരണങ്ങളോട് നിങ്ങൾ പാർട്ടിക്കും വിധേയപ്പെട്ട് മുന്നണി സംവിധാനത്തിന്റെ സമവാക്യങ്ങളോട് ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകണം, അടിയുറച്ച ഇടതുപക്ഷ സഹയാത്രികനായി തുടരണം. ജയ്ക്ക്, അവിടെ മാത്രം ഞാനൊന്ന് ഇടപെടുകയാണ്. നിശബ്ദനാകാൻ തന്നെയാണ് ജയ്ക്ക് ആവശ്യപ്പെട്ടത്. അത് ഏത് ഘട്ടത്തിൽ? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ വീണ്ടും കടന്നാക്രമിക്കുന്ന തരത്തിൽ PV അൻവരുടെ പരാമർശങ്ങൾ വന്നപ്പോൾ, കള്ളക്കടത്തുകാരുടെ പങ്ക് P ശശി പറ്റിയെന്ന സംശയം പ്രകടിപ്പിച്ചപ്പോൾ, ഇനിയും എന്തൊക്കെയാണ് PV അൻവരുടെ വായിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന അവസ്ഥയിലാണ് നിശബ്ദനാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോൾ 24 ഒരു വാർത്താ ചാനലാണ്. ആ വാർത്താ ചാനലിന് സ്വാഭാവികമായ ഒരു സംഘടിതമായ രൂപമില്ലേ? 24-ലെ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക്, ഏതെങ്കിലും ഒരു പ്രവർത്തകന് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം നേരെ പോയി പ്രസ് ക്ലബ്ബിൽ പോയി വാർത്താ സമ്മേളനം നടത്തി അല്ലെങ്കിൽ 24 ന്യൂസിന്റെ വാദക്കൽ വന്ന് ഒറ്റയാൻ സമരം നടത്തിയിട്ടല്ലല്ലോ പറയാൻ സാധ്യതയുള്ളത്. ഈ സർക്കാർ സംവിധാനങ്ങളെയും പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികളുടെയും പ്രശ്നങ്ങളെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങളുമായി താങ്കൾ താരതമ്യം ചെയ്യരുത്. എനിക്കറിയാം താങ്കൾ അതിന് മുകളിൽ ഒരു ഇറിഡിഷനുള്ള ആളാണ് ജയ്ക്ക്. അപ്പോൾ ജയ്ക്ക് അത്തരത്തിലുള്ള താരതമ്യങ്ങൾ കൊണ്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കരുത് ദയവായി. കാരണം അത് നമ്മുടെ ചർച്ചയുടെ ആകെ മൂല്യത്തെ തന്നെ ഇടിച്ചു കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നത് ജയ്ക്ക്, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന്റെ ഗൗരവ സ്വഭാവം, അതിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ രീതി, അതിനോട് അൻവർ പ്രതികരിച്ച രീതി, ഇനി തുടർന്ന് അൻവറിൽ നിന്ന് വരാൻ പോകുന്ന പുതിയ ആരോപണങ്ങൾ, ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ പാർട്ടി നിയന്ത്രിച്ചതിനെ കുറിച്ചല്ല CR നേരത്തെ പറഞ്ഞത്. 21 ദിവസം മുൻപേ ചെയ്യേണ്ടതായിരുന്നു പാർട്ടി സെക്രട്ടറി. ഇത് 21 ദിവസങ്ങൾക്ക് മുൻപേ വരേണ്ടതായിരുന്നു ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ വാർത്താക്കുറിപ്പ്. അത് ഈ ഘട്ടത്തിൽ, അതായത് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് ഊന്നുന്ന ആരോപണങ്ങൾ വരുമ്പോൾ അൻവർ നിശബ്ദനാക്കപ്പെടുന്നു എന്നിടത്താണല്ലോ പ്രശ്നം. അങ്ങ് ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇടപെടാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ മറ്റ് അതിഥികളോട് കാണിച്ചൊരു മര്യാദയെങ്കിലും ഞാൻ അർഹിക്കുന്നുണ്ട്. ഞാൻ മറ്റ് അതിഥികളെക്കാൾ കുറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന്റെയോ കുറഞ്ഞ ഒരു നിലവാരത്തിലുള്ള ആളല്ല എന്ന ബോധ്യം എന്നെ നയിക്കുന്നുണ്ട്. അവരോട് അങ്ങ് കാണിച്ച മര്യാദ എന്നോട് കൂടെ കാണിക്കണമെന്നുള്ളത് അങ്ങ് നേരത്തെ പറഞ്ഞ ഈ സംവാദം ശ്രദ്ധിക്കുന്ന ആളുകൾ കൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അങ്ങേ വിനയത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിനെ സംബന്ധിച്ച് അതെപ്പോൾ ചെയ്യണമെന്നുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ആ പാർട്ടിക്ക് വിട്ടുകൊടുക്കണം. അത് സ്വതന്ത്രമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന 3.5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുള്ള കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടി സിസ്റ്റമാണ്. അവരെപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കണം, എപ്പോൾ പ്രതികരണം നടത്തണം എന്നുള്ളത് അവരുടെ സ്വതന്ത്ര അവകാശത്തിന് വിട്ടുകൊടുക്കണം. അത് മറ്റു പാർട്ടികളോ മറ്റാളുകളോ അല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ കോൺഗ്രസ് പ്രതിനിധിക്ക് മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. കോൺഗ്രസ് പ്രതിനിധി അതേപോലെ പറയുന്നു, ഇദ്ദേഹം നിശബ്ദനാക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. കോൺഗ്രസ് പ്രതിനിധിയുടെ അത്തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് എത്ര സമയം എടുത്ത് വേണമെങ്കിലും അത് വിശകലനം ചെയ്യാം. പക്ഷേ അല്പ ദിവസങ്ങൾക്ക് പുറകിൽ AICCയുടെ ഒരു അംഗം വന്ന് കാസ്റ്റിംഗ് കൗച്ച് പോലെ മലയാള സിനിമയിൽ നടക്കുന്ന വൃത്തികെട്ട ഒരു ഏർപ്പാട് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അങ്ങയുടെ പാർട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത്? കോൺഗ്രസിനുള്ളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നും തങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വഴിപ്പെട്ട് കൊടുത്താൽ മാത്രമേ സ്ത്രീകൾക്ക് പദവി ലഭിക്കുകയുള്ളൂ എന്നും ഒരു AICC അംഗം എന്ന് പറഞ്ഞപ്പോൾ അവരെ പുറത്താക്കി.
ആ പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് സ്വതന്ത്രനായ ഒരു MLA അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ മുന്നണി സമീപനത്തോടും സമവാക്യത്തോടും ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ നിശബ്ദനാക്കി എന്ന് വിലപിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം ആശ്വാസകരമാണോ? നിങ്ങൾ സ്വീകരിച്ച സമീപനമാണോ ഞങ്ങൾ സ്വീകരിച്ചത്? ഇനി പോലീസിൽ സംഘപരിവാർ സാന്നിധ്യത്തെ സംബന്ധിച്ചും RSS നേതാക്കന്മാർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുമാണ് കോൺഗ്രസ് പ്രതിനിധിയും ബഹുമാനിയായ CR ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്? RSS പ്രതിനിധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലേ? അങ്ങേ അടങ്ങുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. RSS നേതാക്കന്മാരെ അച്ചാരം വാങ്ങുന്നവരോ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടവരോ അല്ല കേരളത്തിലെ ഇന്ത്യയിലെ പൊതുന്യായ സംവിധാനം, സിവിൽ സർവീസും സിവിൽ സർവൻസും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് അടിയുറച്ച നിലപാടുണ്ട്. പിന്നെ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് കാൽപ്പനികമായിട്ടല്ല, ഭാവിയിൽ ഇക്കാര്യം സംഭവിച്ചേക്കാമെന്ന് ഹൈപ്പോത്തറ്റിക്കലി പറയുകയായിരുന്നില്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ പുഴുക്കുത്തുകളോട് ഈ സർക്കാരും ആഭ്യന്തരമന്ത്രിയും സ്വീകരിച്ച സമീപനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. RSS നേതാക്കളെ കണ്ടതെന്തിന്? ADGP RSS നേതാക്കളെ കണ്ടതെന്തിന് ജയ്ക്ക്? ആരാണ് അന്വേഷിക്കുന്നത്? ആരാണ് അതിൽ സത്യം പറയാൻ പോകുന്നത്? എങ്ങനെയാണ് സമൂഹം ഈ വിവരങ്ങൾ അറിയാൻ പോകുന്നത്? ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങ് വീണ്ടും തടസ്സപ്പെടുത്തുകയാണ്. താങ്കൾ ആ കാര്യങ്ങൾ താങ്കൾ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ താങ്കൾ അല്ലല്ല ഈ ചർച്ചയിൽ താങ്കൾക്ക് മറുപടി പറയാനുള്ള കൃത്യമായ സമയം ഞാൻ തന്നിട്ടുണ്ട്. താങ്കൾ മറുപടി പറഞ്ഞാൽ ഞാൻ കേൾക്കുകയുമാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതാണ്. അതായത് താങ്കൾ പറഞ്ഞത് ഈ അന്വേഷണത്തിലൂടെ വിവരങ്ങൾ പുറത്തു വരും. RSS നേതാക്കളെ ADGP കണ്ടതിന്റെ വിവരങ്ങൾ ഏത് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരുന്നത്? എനിക്കൊരു ചോദ്യമുണ്ടല്ലോ ജയിക്കിനോട്. തീർച്ചയായിട്ടും അങ്ങനെ തടസ്സപ്പെടുത്തുന്നത് തന്നെ പറയാൻ കാരണം അങ്ങ് മറ്റതിഥികൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒഴുക്കിനെയോ അവരുടെ ചോദ്യത്തിനുള്ള മറുപടികളെയോ അങ്ങ് തടസ്സപ്പെടുത്തി കണ്ടില്ല. മറ്റതിഥികളുടെ മുമ്പിൽ അങ്ങേക്ക് സന്ദേഹങ്ങളില്ല. എന്നാൽ ഞാനൊരു കാര്യത്തിൽ വസ്തുതാപൂർണ്ണമായി തന്നെ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ തടസ്സപ്പെടുത്തുന്നു. ആ ആരോപണം, ആ സന്ദേഹം എനിക്കുണ്ട്. അത് ഞാൻ വീണ്ടും ഉന്നയിക്കുന്നു. അങ്ങ് അതുകൊണ്ട് തിരുത്തുമെന്ന ഒരു വ്യാമോഹവും എനിക്കില്ല. എന്തായാലും ഇരിക്കട്ടെ. RSS നേതാക്കന്മാരും ADGP നടത്തിയിട്ടുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ചട്ടപ്രകാരവും നിയമവിരുദ്ധവുമായിട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ സർവ്വകാര്യങ്ങളും നിലമ്പൂർ MLA അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ള ADGP സംബന്ധമായ സമസ്ത കാര്യങ്ങളും ഈ DGP നേതൃത്വം നൽകുന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും കുറ്റക്കാരനാണെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും കണ്ടെത്തിയാൽ സമ്പൂർണ്ണമായി നടപടിക്ക് വിധേയനാക്കപ്പെടുകയും ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ആവർത്തിച്ച് 2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ജയറാം പടിക്കൽ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന്റെ ആത്മകഥ കഴിഞ്ഞ ദിവസം ക്രൈം ഡയറി മുഖ്യമന്ത്രി വായിച്ചത് മാധ്യമങ്ങളിലൂടെ CR ഉൾപ്പെടെയുള്ള ആളുകളെങ്കിലും അറിയുകയാണല്ലോ. ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ പിതാവടക്കമുള്ള ഉന്നത ശീർഷരായ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്ന കാലയളവ്, ലീഡർ എന്നിവരൊക്കെ ആദരത്തോടുകൂടെ വിളിക്കുന്ന ശക്തനായ നേതാവുള്ള കാലയളവിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? RSS നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ IPS ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് മധ്യസ്ഥതയിൽ പോയി ചായ കുടിച്ച് നിയമസഭയിൽ സഖ്യമുണ്ടാക്കി. നടപടിയെടുത്തോ? ഇല്ലല്ലോ. ആ അനുഭവമാണോ സെൻകുമാറിനെ നടപടിയെടുക്കാൻ കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു ഉണ്ടാകുന്നത്? ആ അനുഭവമാണോ ഈ സർക്കാരിൽ നിന്നുണ്ടാകുന്നത്? RSSന്റെ അടിയാളായി കേരളത്തിലെ ഒരു IPS-കാരൻ മാറിയപ്പോൾ അയാളെ പുറത്താക്കാൻ ഞങ്ങൾ നടപടി സ്വീകരിച്ചപ്പോൾ ആ RSS-കാരന് വേണ്ടി, പോലീസുകാരന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയവരാണ് കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF. അതിനുശേഷമോ MG കോളേജിലെ BJP-ക്കാർ പ്രിൻസിപ്പലിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കേസ് പിൻവലിച്ചു കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസ് ആയിരുന്നില്ലേ? ആ അനുഭവം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുമോ? BHP നേതാവ് അശോക് സിംഗാളിനെതിരെ എടുത്ത കേസ് പിൻവലിച്ചു കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസ് ആയിരുന്നില്ലേ? ആ അനുഭവം ഇവിടെ ഉണ്ടാകോ? ആ അനുഭവം ഉണ്ടാകില്ല. ഞങ്ങൾക്ക് കെവിൻ കേസ് മുതൽ ബിഷപ്പ് ഫ്രാങ്കോ കേസ് മുതൽ നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ എണ്ണിയാലൊടുങ്ങാത്ത കേരളത്തിലെ സമീപകാലയളവിലെ കേസ് അനുഭവങ്ങളിൽ സർക്കാർ സ്വീകരിച്ച സത്യസന്ധവും സുതാര്യമായ നടപടികളാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ. ശബരിനാഥൻ അതിന് മറുപടി പറയട്ടെ. ഞാൻ ജയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നതിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ജയ്ക്ക് ഞാൻ വരാം. ഷിരൂരിൽ നമുക്കിപ്പോൾ ഷിരൂരിൽ നിന്നുള്ളൊരു വാർത്ത വരുന്നു. ഷിരൂരിൽ തിരച്ചിലിനിടെ അസ്ഥിയുടെ ഭാഗം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മനുഷ്യന്റെ അസ്ഥിയാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത്. കാർവാർ MLA ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധിക്കുന്നുണ്ട്.